എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുകയാണ്. നമ്മളൊരു മെഡിറ്റേഷൻ്റെ ഒരു ചെറിയ സെഷനെല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് സ്വല്പം നേരത്തേക്ക് മറന്നേക്കാം. നമുക്ക് പിന്നെ സമയം നേരിട്ട് സംസാരിക്കാം. കുറേ ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മുമ്പായിട്ട് നമ്മുടെ നിവാസ് സാർ വിളിച്ചിട്ട് ഒരു ദിവസം ഒരു മോർണിംഗ് സെഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഫീവർ ആൻഡ് കോൾഡായിട്ട് കാര്യം കാലാവസ്ഥയുടെ ചേഞ്ചുള്ള സമയത്ത്. എന്നാൽ ലക്ക് പിന്നെ എന്നോട് വന്നു. കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ സജിന മാഡം ഒരു മെസ്സേജ് ഇട്ടിട്ട് കുറച്ച് ടൈം സ്ലോട്ട് ഉണ്ട്, അവരുടെ ഒരു ടൈം സ്ലോട്ട് ശനിയാഴ്ച, അതായത് ഈ ഇന്നത്തെ ദിവസം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് വലിയ ക്ലാസ്സുകൾക്കൊന്നും പോകാനൊന്നുള്ള താല്പര്യം അത് എന്നെക്കാൾ വേറെ നമുക്ക് കുറച്ച് വർത്താനവും ചെറിയ ചെറിയ കാര്യങ്ങളും പറയാം എന്നാണ് കരുതുന്നത്. ഈ സമയം എന്ന് പറയുന്നത് നാം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ഉണർന്ന് എഴിച്ച് വരുന്ന ആ സമയം, 5:30 മോർണിംഗ്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും തന്നെ സൈക്കോളജിയെക്കുറിച്ച് അറിവുള്ളവരാണ് ഭൂരിഭാഗവും. ഈ നമ്മുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. മോട്ടിവേഷൻ എന്താണ്, ഇൻസ്പിറേഷൻ എന്താണ്, നല്ല ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് എൻ്റെ മുകളിലായിട്ട് രണ്ടാൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഒരു രണ്ടുപേര് ഒരു കോട്ടക് സായിപ്പാണ്, അതുപോലെ രണ്ടുപേരും ഫോറിനേഴ്സാണ്. അങ്ങനെ പേര് കോട്ടക് സായിപ്പ് എന്നാണ്. മറ്റേ അയാളുടെ ലേഡി എന്ന് പറയുന്നത് അമിത്ര ചേച്ചി, ഞങ്ങളുടെ അമിത്ര ചേടത്തി എന്നാണ് വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ്. രണ്ട് സ്വഭാവം എന്ന് ഞാൻ പറയുന്നത്, ഈ അമിത്തലയിടത്തി എന്ന് പറയുന്ന ആള് ഫുൾ നെഗറ്റീവാണ്. ഫുൾ നെഗറ്റീവ് എന്ന് പറയാൻ, എന്തെങ്കിലും സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചാടി വീണ് പറയും, പറ്റില്ല, പോണ്ട, സമയം മോശമാണ്, പോരുത്. അപ്പോൾ അടുത്ത ആള് സായിപ്പ് ചെറിയ വിധത്തിൽ ഇവിടെ ഞാൻ കണ്ണൊക്കെ ഇറങ്ങി കാണിച്ചിട്ട് നമ്മളോട് പറയും, ഒരു കാര്യം ചെയ്യും, സ്വല്പ സമയം വെയിറ്റ് ചെയ്യും, നമുക്ക് എന്നിട്ട് പോവാം. ഇപ്പോൾ കാറെടുത്ത് പോണേലാണേലും വണ്ടി എടുക്കുന്നതിലാണേലും എങ്ങോട്ടെങ്കിലും പോകുന്നതിനാണെങ്കിലും ഈ അമിഗ്ദലയിടത്തിയുടെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് രാവിലെ ഒരു ചെറിയ പണി ഒപ്പിച്ചു, അതവിടെ നിൽക്കുക, അത് ഒക്കേഷണലി പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ മോട്ടിവേഷൻ എന്താണ്, ഇൻസ്പിറേഷൻ എന്താണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷേ ഇതൊക്കെ നമ്മളെ കൊണ്ട് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഉറപ്പാണ്. രാവിലെ എണീക്കണം, ഓടാൻ പോകണം, നടക്കാൻ പോകണം, വ്യായാമം ചെയ്യണം. എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രാവിലെ എഴുന്നേക്കാൻ മടി. വായിക്കണം, വൈകുന്നേരം കുറച്ച് സമയം ഒരു പുസ്തകം എടുത്തിട്ട് ആൽക്കമിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം മേടിക്കണം, ഒരു നോവലോ വായിക്കണം. പക്ഷേ പുസ്തകം എടുക്കാൻ മടി, പുസ്തകം തുറക്കാൻ മടി. തുറന്നാൽ തന്നെ ഒന്ന് മറിച്ച് കളഞ്ഞിട്ട് നമ്മളങ്ങ് മാറ്റി വയ്ക്കുന്നു. ഇതിനെ നമ്മൾ സാധാരണ മടി അല്ലെങ്കിൽ ലേസിനെസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലാക്ക് ഓഫ് വിൽ പവർ എന്ന് മറ്റേ വിളിച്ച് നമ്മൾ തന്നെ കുറ്റപ്പെടുത്തും. ഇത് ശരിക്കും അറിവില്ലായ്മയല്ല, ലാക്ക് ഓഫ് നോളജ് അല്ല, അത് നോയിങ് ഡൂയിങ് ഗ്യാപ്പാണ്. അതായത് എൻ്റെ അറിവും ആ പ്രവൃത്തിയും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച സാധനമാണ്.
ഇവിടെ പ്രസക്തമാകുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത്, മൈക്രോവിൻസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ തയ്യാറായത്. ഈ പറയുന്നത് നമ്മുടെ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ വിജയത്തിലേക്ക് ഉള്ള ഒരു കുറുക്ക് വഴിയൊന്നുമല്ല. പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഘടനയിൽ സ്ട്രക്ചർ, അത് പ്രവർത്തിക്കുന്ന രീതി, ആ ഫങ്ഷനിങ്, ഇതിനെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ന്യൂറോ സൈക്കോളജിക്കൽ സമീപനമാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്രോവിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഘടനയും പ്രവർത്തനങ്ങളും, അതായത് മനുഷ്യൻ്റെ പെരുമാറ്റം, ബിഹേവിയർ, ചിന്താശേഷി, കോഗ്നിഷൻ, വികാരങ്ങൾ എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ സാധനം. ഈ ചെറിയ വിജയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, തലച്ചോറിൽ സ്വാധീനിക്കുന്നത്, ഈ CBT പോലുള്ള തെറാപ്പികൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഇത് നമുക്ക് പറഞ്ഞു തന്നത് ആൽബർട്ട് ബന്ദൂരെ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം വലിയ ഗവേഷകനാണ്, ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇത് കേട്ടത്, ഞാൻ ഈ സ്റ്റഡീസിനെ കുറിച്ച് കേൾക്കുന്നതും വായിക്കുന്നതൊക്കെ ഏകദേശം 2016 എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഓരോ ഘട്ടം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ. പരാജയം എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് പരാജയങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ വരാറുണ്ട്. ഈ പലപ്പോഴും പറഞ്ഞു കേട്ട പോലെ, പറയുന്നത് പോലെ, നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ, എനിക്കിനൊന്നും കഴിയില്ല. നമ്മുടെ ഈ സൈക്കോളജിക്കലി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ലേൺഡ് ഹെൽപ്നെസ്. ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ഹെൽപ്നെസ് അത് തന്നെയാണ്. ഈ ചിന്താഗതിയെ ഫലപ്രദമായി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രധാന മാർഗം, അതാണ് ആൽബർട്ട് ബന്ദുരെ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് മുന്നോട്ട് വെച്ച സെൽഫ് എഫിക്കസി. ഈ സെൽഫ് എഫിക്കസിയെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ നവാസ് അഹമ്മദ് സാർ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ, സിമ്പിളാക്കി പറയുമ്പോഴത്തേക്കും, നമ്മുടെ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിവുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ്. സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ പറയണേ, സംസാരിക്കണേ, കമന്റ് ഇട്ടാലും മതി. ഹലോ, ഓക്കെയാണ്, സൗണ്ട് കുഴപ്പമില്ല, സ്പീഡ് ഓക്കെയാണ്. താങ്ക് യു. നമ്മുടെ ബന്ധുര പറയുന്നത്, രാവിലെ ഒരു കണ്ണാടി ഇതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട്, നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞു കേട്ടിട്ടും അനുഭവത്തോളം, രാവിലെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട്, ഞാൻ മിടുക്കനാണ്, ഞാൻ ബലവാനാണ്, ഞാൻ സുന്ദരിയാണ് എന്നെല്ലാം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അതിന് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, എനിക്ക് കഴിവുണ്ട്, എന്നെ കൊണ്ട് പറ്റും, ഞാനിത് ചെയ്യും എന്ന് നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ചാൽ അത് ഉറയ്ക്കും. എപ്പോഴെന്നറിയാമോ? നമുക്ക് ഒരു മാസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ് കാണും. മാസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വിജയിച്ച, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒരെണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത്, അതിൻ്റെ പുറത്താണ് നമ്മുടെ അടുത്ത വിജയം ഉണ്ടാകുന്നത്. ഇവിടെയാണ് ട്വിസ്റ്റ്. ആ വിജയം വലുതാകണമെന്ന് വലിയ നിർബന്ധമില്ല, ആർക്കും നിർബന്ധമില്ല. വലിയ മല കയറണമെന്നില്ല, നമുക്ക് വീടിൻ്റെ പടിവാതിൽ വരെ പോയാൽ മതി. പക്ഷെ എന്ത് ചെയ്താലും അത് തലച്ചോറിനെ സംബന്ധിച്ച് ഒരു വിജയമാണ്. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് PSC പരീക്ഷ എഴുതിയെടുക്കണം, അതൊരു വലിയ ലക്ഷ്യമാണ്.
അതുപോലെ നമുക്ക് ഗൾഫിൽ പോകണം, ഒരു വലിയ ലക്ഷ്യമാണ്. അപ്പോൾ ഇതൊരു വലിയ ലക്ഷ്യങ്ങളെ തന്നെ അതിൻ്റെ സൈസ് അനുസരിച്ച് സൈസ് നമ്മൾ ഗോൾ സെറ്റിംഗ് എല്ലാം നേരത്തെ കേട്ടിട്ടുണ്ടാവും. എത്ര വലുതാണ്, എത്ര ചെറുതാണ്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഗോൾ സെറ്റിംഗ് ഏകദേശം ഐഡിയ എല്ലാം പലർക്കും ഉണ്ടാവും. ഇതിനെയാണ് നമ്മുടെ ആന്ധ്രയെ പറഞ്ഞത് ചെറിയ ചെറിയ വിജയങ്ങളായി ചുരുക്കണം. ഇപ്പോൾ 10 പേജിൻ്റെ ഒരു പുസ്തകം വായിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പാരഗ്രാഫ് മാത്രം എടുക്കുക, അത് മാത്രം വായിക്കുക. അവിടെ പരാജയപ്പെടാൻ പറ്റില്ല. കാര്യം നമുക്ക് വായിക്കാൻ അറിയാം, നമ്മൾ വായിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 10 പേജ് വായിക്കേണ്ട, 1 പേജ് വായിക്കുക. ഈ ചെറിയ വിജയത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ, ഞാനിന്ന് ഒരു പാരഗ്രാഫ് വായിച്ചു, ഓക്കെ, ഞാൻ ജയിച്ചു. അടുത്തത് ശരി, രണ്ടാമത്തെ പാരഗ്രാഫ്, അല്ലെങ്കിൽ നാളെ വായിക്കുമ്പോൾ ഞാൻ 2 പാരഗ്രാഫ് വായിക്കും. ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ. ഈ ചെറിയ ഹലോ 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 സാർ ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഈ ചെറിയ വിജയങ്ങൾ എന്ന് പറയുന്നത് മനഃശാസ്ത്രമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഫിസിക്കലി എന്താണ് സംഭവിക്കുന്നത് നോക്കുന്നത് ഇവിടെ നമുക്ക് രസമായിരിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മുകളിൽ താമസിക്കുന്ന അമിഗ്ദല ചേടത്തിയും പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് സായിപ്പും തമ്മിലുള്ള ബന്ധം. ഉദാഹരണത്തിന് ഒരു 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഒരു 65-68 കിലോ എന്ന് പറയുന്നത്, ഓക്കെ, അത് തിയറിയാണ്, നമുക്കറിയാം. നമ്മൾ രാവിലെ പറയുകയാണെങ്കിൽ തീരുമാനിക്കുകയാണ് ഈ മാസം 5 കിലോ കുറയ്ക്കണം. ഈ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ അമിഗ്ദല ചേട്ടത്തി ഉണരും. 5 കിലോയോ, നീ ഇത്രയല്ലേ ഉള്ളൂ, നീ ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ നിനക്ക് പുറത്തിറങ്ങി ആളുകൾ കാണുമ്പോൾ ഒരു ചന്തം വരുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ കണ്ട ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് വരില്ലേ, നീ വെയിറ്റ് കുറയ്ക്കരുത് പറയും. നമ്മുടെ പുറകിലോട്ടൊന്നൊരു പിടുത്തം പിടിക്കും. ഇത് കാരണം എന്ന് പറയുന്നത്, ഈ അമിഗ്ദല എന്ന് പറയുന്നത് എല്ലാം കാണുന്നത് ഒരുതരം ത്രെഡായിട്ടാണ്, ഒരു ഭീഷണിയാണ്. ഈ സമയം ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, ഫോൺ എടുക്കും, എല്ലാവരെയും വിളിക്കും, കോർട്ടക്സ് അല്ലെങ്കിൽ ഉള്ള ഹോർമോൺസിനെല്ലാം മെസ്സേജ് കൊടുക്കുകയും, ചാടി എണീരിക്കുക, അലർട്ടാകും, നമുക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു. ഇപ്പം നമ്മളുള്ള 5 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പോകുന്നു, സമ്മതിക്കരുത്. ഭീഷണിയാണത്. ആ ഭീഷണി നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊടുക്കുകയും ഇത് ഉടനെ നമുക്ക് എന്തായിട്ട് മാറും, ഭയമായിട്ടോ മറ്റ് സ്ട്രെസ്സായിട്ടോ മാറും. ഈ സമയം യഥാർത്ഥം എന്ത് സംഭവിക്കും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ഈ മൈക്രോവിക്സ് എന്ന് പറഞ്ഞ ടെക്നോളജി ഈ ചേർത്തിയെ കളിപ്പിക്കും. എങ്ങനെയാണെന്നറിയാം, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങണം, 5 മണിക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ നേരത്തെ പേടിപ്പിച്ചു, പുറത്ത് പോകരുത്, ഇരുട്ടാണ്, പട്ടിയുണ്ട്, റോഡിൽ കൂടെ വാഹനങ്ങൾ വരും, അപരിചിതരായ ആൾക്കാർ നടക്കും, ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ പുറകോട്ട് മടിച്ചുകൊണ്ട് നിൽക്കും. ഈ സമയത്ത് നമ്മുടെ സായിപ്പ് ഇടപെട്ട്, പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഇട്ട സായിപ്പ് ഇടപെട്ട് പുള്ളി പറയും, ഈ ഒരു കാര്യം ചെയ്യും, ഷൂസ് ഒന്ന് ഇടും, ഷൂസ് ഇട്ട് കഴിഞ്ഞിട്ട് ഉമ്മറപ്പടി വരെ ഒന്ന് പോയിക്കോ. നമ്മൾ ഷൂസ് ഇടുന്നു, ഉമ്മറപ്പടി വരെ പോകുന്നു, റോഡിലേക്ക് നോക്കുന്നു, 2 സൈഡിലേക്ക് നോക്കി, എല്ലാ പ്രകാശവും ഉണ്ട്, റോഡെല്ലാം വളരെ പ്രഭാപൂരിതമാണ്, അധികം ബസ്സും കാറുകളൊന്നുമില്ല, കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, ദേ ആർ സേഫ്. അപ്പോൾ പിന്നെ ഞാനും സേഫ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 പോസ്റ്റ് നടന്നു, തിരിഞ്ഞു നോക്കി, കുഴപ്പമില്ല, വീണ്ടും നടന്നു. അങ്ങനെ ഇതിലേക്ക് നമ്മൾ പ്രവൃത്തിയിലേക്ക്, രാവിലെ എണീറ്റ് നടക്കുക എന്നുള്ള പ്രവൃത്തിയിലേക്ക് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് നമ്മളെ തയ്യാറാക്കും. ഇതിന് കാരണമുണ്ട്. ഈ സാധനം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ പൂർത്തിയാക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പോലെ
അതായത് ഒരു പ്രവൃത്തി നമ്മൾ പൂർത്തിയാക്കുമ്പോൾ അവിടെ നേരെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ഡോപ്പമിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം വെറും ഒരു സന്തോഷം നൽകുന്ന കെമിക്കൽ മാത്രമല്ല, അത് റിവാർഡാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ റിവാർഡ് സിസ്റ്റത്തെ കുറിച്ച് നമ്മളതിന് അവസാനം ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മളത് വളരെ വിശദമായി പലതും കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് ഓർപ്പിച്ചു പോകുന്നു എന്നുള്ളേ ഉള്ളൂ. എന്താണ് ഇത്? ഇതൊരു റിവാർഡ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഒരു സങ്കീർണമായ പരിപാടിയാണ്, ഒരു മേഖലയാണ്. പക്ഷേ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിജീവനത്തിന്, അതായത് മനുഷ്യൻ എന്നുള്ള ഒരു വർഗത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ളൊരു ജീവിക്ക് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഭക്ഷണം, വെള്ളം, വായു, ഇണ, സാമൂഹിക ബന്ധങ്ങൾ, റെസിഡൻസ്, വാഹനങ്ങൾ, ഇങ്ങനെ എല്ലാം നമുക്ക് വേണം. അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കണം, ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്രകൃതി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അതിന് നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനമാണ് ഈ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് ബിരിയാണിയുടെ ഇത് വരുന്നു, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നല്ല ഒരാഹാരം, നല്ലൊരു പാട്ട്, ഈ അനുഭവം വരുമ്പോഴാണ് നമുക്ക് ആ സാധനത്തെ വീണ്ടും ഓർത്തു വയ്ക്കാൻ കഴിയുന്നത്. അടുത്ത തവണ ബിരിയാണിയുടെ മണം വരുമ്പോൾ നമുക്ക് അത് വീണ്ടും ചെയ്യാൻ ഈ സിസ്റ്റം നമ്മുടെ പ്രേരിപ്പിക്കും. ഈ സിസ്റ്റത്തിലെ പ്രധാന താരം, റിവാർഡ് സിസ്റ്റത്തിലെ പ്രധാന താരം എന്ന് പറയുന്നത് ഡോപ്പമിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് വിളിക്കും. നമുക്ക് സമൂഹം നൽകുന്ന, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന എന്തെങ്കിലും നടപ്പാകുമ്പോൾ തലച്ചോറിലെ ഡോപ്പമൈൻ പ്രവാഹം ഉണ്ടാകും. അത് നമുക്കൊരു റിവാർഡായി മാറും. ഈ സിസ്റ്റത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെന്നില്ല എങ്കിൽ പറയുകയാണ്, 3 ഘട്ടങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. ഒന്ന് മോട്ടിവേഷൻ ഓർ ക്രേവിങ്, പ്രതീക്ഷ, നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അടുത്ത ആക്ഷൻ, പ്രവൃത്തി. ഈ സന്തോഷത്തിനായിട്ട് നാം പ്രവർത്തിക്കുന്നു. ആ സന്തോഷം, അതായത് അതാണ് റിവാർഡ്. ആ കാര്യം നമ്മൾ തലച്ചോറിന് അനുഭവിച്ചറിയുന്നു. റിവാർഡ് സിസ്റ്റം തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിലാണ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഈ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിനോടൊപ്പം ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ട്, കുറേ ഇതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട്. തലച്ചോറ് തന്നെ ഒരിടത്ത് നിന്ന് ചാടിച്ച് അപ്പുറം. അതിന് നമുക്ക് ഈ സാധാരണ വലിയ ക്ലാസ്സുകളിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെറുതുപോലെ പമ്പ് ഇങ്ങനെയെല്ലാം എക്സാമ്പിൾ ചെയ്ത് പിള്ളേരെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് എനർജി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഡോപ്പമിൻ്റെ കുഴപ്പം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഡോപ്പമിൻ അമിതമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷനായിട്ട് മാറും. അതിന് ഈ റിവാർഡ് സിസ്റ്റത്തിന് നമ്മുടെ തലച്ചോറ് അടിമയാകും. പിന്നീട് അതുണ്ടെങ്കിലേ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവൂ എന്ന് വെത്തും. ഈ സ്റ്റഫ് അടിക്കുന്ന ആൾക്കാർ, മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം സംഭവിച്ചു പോകുന്ന അബദ്ധം ഇതാണ്. ആദ്യം ഒരല്പ സന്തോഷത്തിന് വേണ്ടി തുടങ്ങുന്ന, അല്ലെങ്കിൽ അല്പം ഡോപ്പമിന് വേണ്ടി തുടങ്ങുന്ന ആ ഒരു ചെറിയ പ്രവൃത്തിയാണ് പിന്നീട് അതൊരു അഡിക്ഷനായി മാറുന്നത്. റിവാർഡ് സിസ്റ്റം എന്നത് നമ്മുടെ അതിജീവനത്തിന് ആവശ്യമായി ആവർത്തിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ അത് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടരുത്. ഈ നന്നായി ചെയ്തു, ഇനിയും ചെയ്യൂ എന്ന് തലച്ചോറ് നമ്മൾ പറയുന്ന ഒരു ഭാഷയാണിത്. ഈ സമയത്ത് നമ്മളൊരു പ്രവൃത്തി പൂർത്തിയാക്കി നമുക്ക് ഈ ഒരു അനുഭവം കിട്ടി, ഒരു വിജയം കിട്ടി എന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് തലച്ചോറിൽ കുറേ ന്യൂറൽ പാത്ത് വേകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ന്യൂറൽ പാത്ത് വേ എന്ന് പറയുന്നത് വിജയങ്ങൾ ആവർത്തിക്കാൻ നമുക്കൊരു ശീലമാക്കി തരും. അതായത് വിജയത്തെ നമുക്കൊരു ശീലമാക്കുകയാണ്. ഈ CBTയും ഈ നമ്മുടെ ഈ പറഞ്ഞ രീതികളും അതിൻ്റെ പ്രായോഗികതയും കുറിച്ചൊന്ന് നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം ഉദ്ദേശം. ഒരു ഇത് പറഞ്ഞു ഞാൻ വളരെ സിമ്പിളായി, ചെറിയ വലിയ ഡെപ്തിലേക്കൊന്നും പോകാതെ വളരെ കാഷ്വലായി സംസാരിക്കുന്നതേ ഉള്ളൂ.
ഈ കൗൺസിലിംഗ് സൈക്കോളജിയുടെ പശ്ചാത്തലത്തിൽ ഈ CBT ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നൂടെ നോക്കാം. CBTയിലെ അടിസ്ഥാന തത്വമായ കൊഗ്നിറ്റീവ് ട്രയാങ്കിളെ കുറിച്ച് നമുക്കറിയാം. അതാണ് ചിന്ത, വികാരം, പെരുമാറ്റം, ഇതെല്ലാം ബന്ധിട്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് രാവിലെ എണീറ്റാൽ പണിക്ക് പോവാം, മൂഡ് വന്നാൽ ഞാൻ ജോലി ചെയ്യാം, കറണ്ടുണ്ടെങ്കിൽ പടം വരയ്ക്കാം. ഇല്ലേൽ ഇതുപോലെ കണ്ടീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ജോലികൾ അല്ലെങ്കിൽ ഓരോരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു. അതായത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ കൈയൊന്ന് ചലിപ്പിക്കുന്നു, ആ കൈയൊന്ന് ചലിപ്പിക്കുന്നതും എന്താണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിനെ നമ്മളെന്ത് പറയും, ഈ ഇമോഷൻ ഡ്രൈവ്സ് ബിഹേവിയർ. അതായത് നമ്മുടെ ചിന്തയും വികാരവും ഈ രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൈക്രോവിൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബിഹേവിയറൽ ആക്ടിവേഷൻ എന്ന ടെക്നിക്കാണ്. ഇത് സിമ്പിളാണ്. ആക്ഷൻ പ്രസീഡ്സ് മോട്ടിവേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് നേരെ എതിരായിട്ട് വരുന്നു, പ്രവൃത്തിയാണ് മോട്ടിവേഷൻ മുമ്പേ നടക്കേണ്ടത്. നമ്മുടെ ഈ പണ്ടില്ല ആൾക്കാർ പറയുന്നില്ലേ, ഏതാണ് അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് ചോദിക്കും പോലെ ഇവിടെ പ്രായോഗികമായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആക്ഷൻ, അതായത് പ്രവൃത്തിയാണ് മോട്ടിവേഷൻ മുമ്പേ നടക്കേണ്ടത്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരുത്തൻ രാവിലെ എഴുതിച്ചിട്ട് ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ കസേരയിൽ ചാരി പിടിക്കുക പുള്ളിയോട് നമ്മൾ ചെന്ന് തുറന്നിട്ടിട്ട് ഏയ് ഡോണ്ട് വറി, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുക, എല്ലാം ശരിയാകും എന്നൊന്നും ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങ് സന്തോഷമൊന്നും കിട്ടാൻ പോകുന്നില്ല, പുള്ളി അത് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ ടെക്നിക്കലി നമ്മൾ ആലോചിക്കുക, അയാളോട് ചെന്നിട്ട് പുള്ളി അവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയെന്ന് അയാളോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, റൂമിനകത്ത് വലിയ ചൂട്, ആ ജനലൊന്ന് തുറന്നിടും. പുള്ളി മനസ്സോടെയാണെങ്കിലും ആ ഒരു ജനൽ തുറക്കാനായിട്ട് കസേരയിൽ നിന്ന് എണീറ്റ് പതുക്കെ അവിടെ പോയി ആ ജനലിൻ്റെ കൊളുത്തെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നു വിടും. ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, നീ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, നിനക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയല്ലോ. ഇത് ഇങ്ങനെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർത്തമാനം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അയാൾക്ക് ആ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആ ആളിന് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആളിന് എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റി എന്നൊരു ചിന്ത, ഒരു തോട്ട് ഉണ്ടാകും. അത് അയാൾക്കൊരു വലിയ ആശ്വാസമാണ്. ആശ്വാസം എന്ന് പറയുന്നത് ഇമോഷനാണ്. അങ്ങനെ അയാളുടെ ചക്രം പതുക്കെ ഉരുണ്ടു തുടങ്ങും. ഒന്നായി, അതായത് ഗിയർ തിരിയും പോലെ ജനൽ തുറന്നു, ഡോറ് തുറന്നു, ഇങ്ങനെ അയാൾ ആക്ഷനിലേക്ക് തിരികെ വരികയാണ്. ഇതുപോലെ തന്നെ നമ്മളെ തളർത്തുന്ന ഒരു ചിന്താഗതിയാണ് ഓൾ ഓർ നത്തിങ്. അതായത് ഒന്നിൽ 100% ജയിക്കണം, അല്ലെങ്കിൽ ചെയ്യില്ല. ഇവിടെ മൈക്രോവിൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് അപൂർണമായ വിജയങ്ങൾ, അതായത് ഇംപെർഫെക്റ്റ് സക്സസ്, അത് വിജയമാണ്. 1% പുരോഗതി എന്ന് പറയുന്നത് 0-നേക്കാളും വലുതാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നമ്മുടെ സിനിമയിലൊക്കെ ഇടയ്ക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടും പോലെ പോലെ എന്താണ് ഒരു പഴയ ഒരു കമൻ്റ് ഉണ്ടല്ലോ, എന്താണ്, പ്രീ ഡിഗ്രി ഒരു ചെറിയ ഡിഗ്രി അല്ല. ഇത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടും. ചുരുക്കത്തിൽ മൈക്രോവിൻസ് എന്നത് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ മാത്രമുള്ള തന്ത്രമല്ല, അത് ജീവിതത്തിനുള്ള സമീപനമാണ്. നമ്മൾ കൊടുമുടികൾ കീഴടക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു JCB എടുത്ത് ജോലിക്കാനോ അങ്ങനൊന്നും നമ്മൾ ശ്രമിക്കേണ്ട. ഓരോ ദിവസവും സംതൃപ്തിയോടെ ജീവിക്കുക, അതായത് വർത്തമാനകാലത്തിൽ ജീവിക്കുക. ആ വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ അപ്പോൾ ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അര ദിവസ ടാർഗറ്റാക്കി 2 എണ്ണമാക്കി. അല്ലാത്തത് വരുമ്പോഴത്തേക്കും നിന്നു അടുത്ത സെക്ഷനിലെന്ന് പറയുന്നത് നമ്മൾ ഓരോ മണിക്കൂറിലും ടാർഗറ്റ് ആക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഒരു ദിവസം ചെയ്യണമെങ്കിൽ അതിന് 3, 4, 5 ഭാഗങ്ങളാക്കി ചെയ്ത് ആദ്യത്തെ ജയിക്കുക, അത് കഴിയുമ്പോഴത്തേക്ക് സംതൃപ്തി ഉണ്ടാകുന്നു, നമ്മൾ ജയിച്ചു, രണ്ടാമത്തെ പാർട്ട് ചെയ്യുക, അവിടെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കുന്നു,
അപ്പോൾ എല്ലാം ഒന്നിച്ച് വലിയ ചങ്കായിട്ട് ചെയ്യുന്നതിന് പകരം ഓരോന്നിനെയും ചെറിയ ചെറിയ പീസുകളാക്കി ചെയ്ത് ആ സംതൃപ്തി നമ്മുടെ മനസ്സിന് കൊടുത്ത്, ശരീരത്തിന് കൊടുത്ത്, തലച്ചോറിന് കൊടുത്ത് അവിടെ ഒരു റിവാർഡ് നമ്മൾ നേടിയെടുക്കുന്നു. ഇതാണ് ആന്ദ്രേ ബന്ദൂരെ നേരത്തെ പറഞ്ഞു വെച്ച സിദ്ധാന്തം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ചതെന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോൾ മുകേഷ് അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും ലുലു ഗ്രൂപ്പിൻ്റെ മുതലാളിയാണെങ്കിലും ഇവരൊക്കെ എങ്ങനെ വിജയിച്ച്, നമ്മൾ ആ ഒരു സമ്പത്തിൻ്റെ ഭാഗത്തിൽ മാത്രം ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ വിജയിച്ചു? അവരാരും ഒരാളിൻ്റെ കയ്യിൽ നിന്നും ഒരു 10 കോടി രൂപ കളക്ട് ചെയ്തില്ല. അവർ ചെയ്തത് ഓരോ ആളിൻ്റെ കയ്യിൽ നിന്നും ഓരോ ചെറിയ യൂണിറ്റ് കച്ചവടം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന 1 രൂപ വീതം സമ്പാദിച്ചു, അല്ലെങ്കിൽ 1 രൂപ നേടി. ആ ഒരു വിജയം ഇങ്ങനെ 10,000-കണക്കിന് ആൾക്കാരിൽ നിന്ന് നേടിയപ്പോഴാണ് ഈ പറയുന്ന ഒരു സമ്പത്ത് അവരിലേക്ക് അക്യൂമുലേഷൻ സംഭവിച്ചത്. അവർ ചെയ്തത് വർത്തമാനകാലത്ത് ജീവിച്ചു എന്ന ഒരു കാര്യം മാത്രമാണ്. വലിയ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാരകളുമായിട്ടോ മറ്റെന്തെങ്കിലും കഠിനമായ പ്രവൃത്തികളോ ചെയ്തില്ല. പക്ഷേ കഠിനമായൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റിനെ ചെറുതാക്കി, വളരെ ചെറുതാക്കി, അത് ഓരോ സ്ഥലങ്ങളിലായി പിക്ക് ചെയ്തെടുത്തു. ഒരാളിനോട് ചിരിക്കുന്നത് നമ്മുടെ സമയത്തിന് ചെയ്യുക, ഒന്ന് പുഞ്ചിരിച്ചേക്കുക. ഒരാളിനോട് കൃത്യസമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു സമയത്ത് വെള്ളം കുടിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കയ്യിൽ 1 സിപ്പ് വെള്ളം അല്ലെങ്കിൽ 2 സിപ്പ് വെള്ളം, അതെടുത്ത് ഗ്ലാസ് അവിടെ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സിദ്ധാന്തം അനുസരിച്ച് മൈക്രോവിൻസ് എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളെ വലുതായി ചെയ്യാതെ ചെറുതാക്കി ചെറുതാക്കി ഓരോ ദിവസവും നമ്മുടെ ഓരോ ആക്ഷനിലും, ഇത് പാചകത്തിലാണേലും സ്കൂളിലെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനാണെങ്കിലും നമുക്ക് ഓഫീസിൽ പോകുന്നതിനാണെങ്കിലും ഇതുപോലെ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ആ പ്രോസസ്സിനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്നായി ചെയ്തെടുക്കുക. ഇതാണ് ആന്ദ്രേ അന്ന് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഈ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ വലിയ പ്രതിജ്ഞകളും എല്ലാം കണ്ടു. ഞാൻ ഈ വർഷം അത് ചെയ്യും, ഈ വർഷം ഇത് ചെയ്യും. ഞാനിപ്പോൾ അക്കാര്യങ്ങളൊന്നും നിർദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ വർഷം ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റിനെ അല്ലെങ്കിൽ ആ ഗോളിനെ 30 ദിവസമാക്കി തിരിച്ചു, അല്ലെങ്കിൽ 365 ദിവസമാക്കി മാറ്റി അതിലെ ഒരു കാര്യം എടുക്കുക, അത് ഒരു ദിവസം പൂർത്തിയാക്കുക. ഇതാണ് നമ്മൾ പറയുന്ന മൈക്രോ വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നില്ല, നമ്മുടെ ഈ സംസാരം കഴിഞ്ഞിട്ട് എന്തോ നിർഭാഗ്യവശായി എൻ്റെ വീഡിയോ ഓണാവുന്നില്ല, അല്ലെങ്കിൽ കണ്ട് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കാമായിരുന്നു. എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒരു 3 കാര്യം, എന്തെങ്കിലും ചെറിയ ഒരു 3 കാര്യം. ഞാൻ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും അതാണ് ചേട്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേട്ടനെയും കൊണ്ട് ആൻറ്റിയുടെ വീട് വരെ ഒന്ന് പോകാം. ഇങ്ങനെയുള്ള ഡെയിലി ഉള്ള കാര്യങ്ങൾ മാത്രം ഒരു 3 എണ്ണം എടുക്കുക, എന്നിട്ട് ആ 3 എണ്ണം ചെയ്യുക. ഇതിന് ശേഷം വൈകുന്നേരം ഒന്ന് ആലോചിക്കുക, ഇത് ഞാൻ ചെയ്തു എന്ന് നാം പറയുക. അതായത് എന്താണ്? ഒരു വിജയം ഉണ്ടാക്കി അതിൻ്റെ റിവാർഡ് തലച്ചോറിന് കൊടുത്ത് സന്തോഷിക്കുക. അപ്പോൾ ഹാപ്പിനെസ് കംസ് ഓൺ ഇറ്റ്സ് വേ ടു അവർ മൈൻഡ്. ഇതാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളത്. തിരുവനന്തപുരം ഭാഷയാണ്, അത്ര ഒഫീഷ്യലായൊന്നും അല്ല സംസാരിച്ചത്. വീഡിയോ കൂടെ ഇല്ലാത്ത ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആർക്കെങ്കിലും വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കമൻറ്റുകൾ ഉണ്ടെങ്കിൽ പറയാം. ഏത് സമയവും കോണ്ടാക്റ്റ് ചെയ്യാം, ഞാൻ അവൈലബിൾ ആണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല, ഈ ഗ്രൂപ്പിൽ എപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ. താങ്ക് യു. ഈ സമയം വീഡിയോ ഇല്ലാത്തതിൻ്റെ പറ്റിയതിൻ്റെ അതെന്തായാലും ഞാനിപ്പോൾ ചെക്ക് ചെയ്യും, ഉടനെ തന്നെ ചെക്ക് ചെയ്ത് നമുക്ക് ആ പരാതി മാറ്റാം. പിന്നെ എന്നെ ഇതിലേക്ക് അവസരം തന്ന നിസാദ് സാറിനും അതുപോലെ തന്നെ സജിന മാഡത്തിനുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തേണ്ടതായിരുന്നു, എങ്കിലും അവസാനം എങ്കിലും രേഖപ്പെടുത്തുന്നു.
പിന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ചെറിയ ചെറിയ വിജയങ്ങൾക്കായിട്ട് ഇന്ന് തുടങ്ങുക. ഇന്ന് നമ്മളൊരു 3 കാര്യം തീരുമാനിച്ച് അത് നമ്മൾ ഇന്ന് നടപ്പാക്കും. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അതെ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം നമുക്ക് മൈക്രോവിൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചെറിയ ലക്ഷ്യം എന്നുള്ളതാണ്. സാറ് CBT അതിൽ മിക്സ് ചെയ്തത് കൊണ്ട് പറയാം, അതിലേക്ക് പോവുകയാണ്. കാരണം സാറ് ഇതുവരെ ഒരു എത്ര മിനിറ്റാണ്, അരമണിക്കൂറോളം നമുക്ക് തന്നു. ഏറ്റവും വലിയൊരു പാഠം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ചെറിയ വിജയങ്ങളിലൂടെയാണ് എന്നുള്ള ഏറ്റവും വലിയൊരു മനോഹരമായിട്ടൊരു പാഠം തന്നിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആ ബ്രെയിൻ സർക്യൂട്ട് ഇൻവോളണ്ടറി ആണ്. അതായത് കോർട്ടിക്കൽ നിന്നും നമുക്ക് തലാമസിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്ററിലേക്ക് എങ്ങനെയാണ് ഒരാളുടെ മനസ്സിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ പോകുന്നത് എന്നുള്ള ആ എക്സ്പ്ലനേഷൻ. ഇപ്പൊ സാധാരണ നമ്മൾ കോർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. അത് നേരെ പോകുന്ന അടുത്ത സ്ട്രൈറ്റം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ബ്രെയിനിന്റെ പാർട്ടാണ്. അവിടെ നിന്നാണ് അതെ ഹാബിറ്റൽ ഈ പറഞ്ഞ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അതെ അപ്പൊ അതെ, അതിനുശേഷം തലാമസ് ആണ് നമ്മളെ ഈ ഒരു മൈൻഡും ചെയ്യണോ വേണ്ടോ ഒക്കെ തീരുമാനിക്കുന്നത്. അത് ആ അതെ തീരുമാനം വേണ്ടാന്ന് വെച്ചാൽ നേരെ കോർട്ടിക്കൽക്ക് തന്നെ നേരെ പോകും. അപ്പൊ അതിനുശേഷം ഇവിടെ അതെ കൺഫ്യൂഷൻ ആകുന്ന മറ്റൊരു വിഭാഗമാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ ഈ ഡോപ്പമൈനും സെറാട്ടോണും ഗ്ലൂട്ടാമേറ്റും എല്ലാം കൂടി. ഏതായാലും അതെ നമുക്ക് എല്ലാവർക്കും ഈ ഇതിനെ പറ്റി ചെറിയ ബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ച് ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ഈ ഒരു സെഷൻ മനോഹരമാക്കിയതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. താങ്കളുടെ കോംപ്ലിമെന്റുകൾ ആണ് നമുക്കൊരു പ്രചോദനം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഇടപെടാം. താങ്ക് യു സർ. നല്ലൊരു ഇൻസൈറ്റ്ഫുൾ സെഷൻ ആയിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ഡ്രൈവ് ചെയ്യുമല്ലോ. അപ്പം ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, നമ്മള് പറയുമല്ലോ, ഏത് ചെറിയ കാര്യവും അതായത് ഒരു വലിയ ഒരു ബ്രിക്ക് വാള് പണിയുവാണെങ്കിലും ഇറ്റ് ഹാപ്പൻസ് 1 brick at a time. വലിയൊരു വാള് പണിയണമെങ്കിൽ ആദ്യം ഒരു ബ്രിക്ക് എടുത്തു വെക്കുക, പിന്നെ അതിന്റെ പുറത്തുനിന്ന് അങ്ങനെ 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 വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അത് സാർ അത് വളരെ സിമ്പിളായിട്ട് വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിന്റെ ഇഫക്റ്റീവായിട്ട് നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇപ്പൊ ഒരു ബുക്ക് വായിക്കുന്ന സാർ പറഞ്ഞല്ലോ, ഒരു പേജ് ആദ്യം വായിക്കുക, പിന്നെ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വായിക്കുക, അങ്ങനെ എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത്, ഞാനിപ്പോ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ തുടങ്ങി. അപ്പൊ അത് ഒരു ചാപ്റ്റർ വായിച്ചു. അപ്പൊ അത് സാർ ഇങ്ങനെ 3 ലക്ഷ്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഓർത്തു, ഇന്ന് എനിക്ക് കുറഞ്ഞതൊരു 3 ചാപ്റ്ററേലും വായിക്കണം. വലിയൊരു ബുക്കൊന്നും അല്ല, പക്ഷെ എന്നാലും കുറഞ്ഞത് 3 ചാപ്റ്റർ വായിക്കാനായിട്ട് തുടങ്ങി പറ്റുമെങ്കിൽ വായിക്കുക, പിന്നെ അതിന് മുന്നോട്ട് പോകുന്നത് വിച്ച് ഈസ് ഫൈൻ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആവും, ലക്ഷ്യത്തിലേക്ക് എത്തും. പിന്നെ ഈ അമിഗ്ഡലയുടെ കാര്യവും കോർട്ടെക്സിന്റെ കാര്യവും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് സാർ പറഞ്ഞത്. സോ പറഞ്ഞല്ലോ, ഇറ്റ്സ് എൻ അപ്രോച്ച് ടു ലൈഫ്. അപ്പൊ നമ്മൾ ഓരോ സക്സസും നമുക്ക് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സക്സസ് എന്നുള്ള സാർ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മളെ സക്സസ് ആകുമ്പോൾ ദാറ്റ് ബിക്കംസ് ആൻ ഇംപെർഫെക്റ്റ് സക്സസ്, ബട്ട് ദെൻ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് മോർ ആൻഡ് മോർ ഈസ് ബിൽറ്റ്. സോ വെരി ഗുഡ്. നല്ല ഒരു മോർണിംഗിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തരുന്ന ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ഗുഡ് മോർണിംഗ് സർ. ഹലോ. വളരെ ഇംപ്രസീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. നമ്മളെല്ലാരും ഈ വലിയ വലിയ ഗോൾസ് ആണ് എല്ലാരും മിക്കവാറും പറയുന്നതും. സോ നമ്മളുടെ കോൺസെൻട്രേഷൻ ആ ബിഗ് ഗോൾസിലേക്കായിരിക്കും നാച്ചുറലി പോണത്. ബട്ട് സർ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് സ്മോളർ ഗോൾസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈസി ടു കോൺസെൻട്രേറ്റ്. ഇപ്പൊ സാർ ഒരുപാട് ടെക്നിക്കലി പറഞ്ഞു, എനിക്ക് അത്ര ടെക്നിക്കൽ നോളജ് ഇല്ല. ഈ ബ്രെയിനും നിസവ് സാറും പറഞ്ഞു ഈ ബ്രെയിനിൻ്റെത്
ബ്രെയിൻ്റെ കോമ്പോസിഷനോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. ബട്ട് ഒരു ലേമാൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്മോൾ ഗോൾസ് എന്ന് പറയുമ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് തന്നെ ആദ്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ സർ അത് പറയുമ്പോൾ തന്നെ അത് വളരെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ആവാണ്. വലിയ ഗോൾസിനെക്കാളും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോളർ ഗോൾസിൽ നിന്ന് തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഗീവ്സ് us എ മോട്ടിവേഷൻ, ഇറ്റ് ബൂസ്റ്റ് അവർ എനർജി എന്നത് എനിക്ക് ഫീൽ ആയി. പിന്നെ സർ ഒരു ഒബ്സർവേഷൻ ബേസ്ഡ് ആയിട്ട് സാറുടെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, അത് എത്രമാത്രം നമ്മളെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് നല്ലൊരു എഡ്യൂക്കേറ്റീവ് സെഷൻ ആയിരുന്നു സർ. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ. താങ്ക് യു ചന്ദ്ര മാഡം. എന്തെങ്കിലുമൊക്കെ പറയണേ പറയട്ടെ, വെറുതെ നമ്മൾ സൈലന്റ് ആയി സമയം കളയണ്ട. ആർക്കെങ്കിലും എന്താ ഗുഡ് പറയാണ്ട് സാറിനോട് ചോദിക്കാം. മറ്റെന്തെങ്കിലും കമന്റ്സ് വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അതെ ശരിക്കും അതെ ഗുഡ് അതെ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. ഗുഡ് മോർണിംഗ് സർ. നല്ല സെഷനായിരുന്നു. സാറ് പറഞ്ഞ പോലെ നമ്മൾ വലിയ വലിയ വിജയങ്ങൾക്ക് കാത്തിരുന്ന് അല്ലെങ്കിൽ മടുപ്പ് വരുത്താതെ ചെറിയ വിജയങ്ങൾ ആഘോഷിച്ച് നമ്മളെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളും ഗോളുകളൊക്കെ നമ്മുടെ വഴിക്ക് തന്നെ വരും. എന്തായാലും രാവിലെ തന്നെ നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു സർ. അതെ, ഈ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അത് വലുതായി തന്നെ ഇരുന്നോട്ടെ, അത് വേണം നമുക്ക് ലോങ് ടേമിലേക്ക്. കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്നവർ സക്സസ് ഉണ്ടാക്കുന്നത് എങ്ങനെ? അവരെന്ന് പറയുന്നത് ഡെയിലി നോക്കുന്നത്, നമ്മൾ ആലോചിക്കുന്നുണ്ട്, ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ബുള്ളി മാർക്കറ്റിലോ ഒക്കെ എന്ന് പറയുന്നത് വലിയ പൈസകൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ എങ്ങനെ കിട്ടിയത്? അത് ഒരു ദിവസം മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് 1% അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ 0.5% ചെറിയത്, ആ ചെറുത് തരുന്നത് മാത്രമാണ് നമുക്കപ്പോൾ സന്തോഷം ഉടനടി കിട്ടുന്നത്. ഇതുപോലെ കച്ചവടത്തിലാണെങ്കിലും അല്ലാത്ത ജീവിതത്തിലാണെങ്കിലും ഇത് പ്രത്യേകിച്ച് എടുത്ത് അതിനകത്ത് പറയുന്നുണ്ട്, ബന്ധുര് പറയുന്നുണ്ട്, ഇത് വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലം എന്ന് പറയുന്നത് ഇന്നാണ്. നമുക്ക് ഇന്നല്ലേ ഫേസ് ചെയ്യേണ്ടത്. നമുക്ക് PhD കിട്ടണം, ഗൾഫിൽ പോകണം, എല്ലാം കാര്യങ്ങൾ. ഇതുപോലെ തന്നെ മദേഴ്സിൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക. ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അമ്മ ചെയ്യുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ഒരു ഭക്ഷണം കഴിക്കുക, നിനക്ക് ചന്ദ്രനെ പിടിച്ചു തരാം, അല്ലെങ്കിൽ നിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ഓഫേഴ്സാണ്. ആ കുട്ടിയിലേക്ക് സന്തോഷം കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആ രീതിയിലുള്ള ഡോപ്പമിൻ റിലീസ് ചെയ്യിക്കാനുള്ള ഓഫേഴ്സ് കൊടുക്കുകയാണ്. ശരീരവും അങ്ങനെ തന്നെയാണ്, മനസ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓഫേഴ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഓഫർ കിട്ടിയ റിവാർഡ് നമുക്ക് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ വിജയം വേണം. ആ ചെറിയ വിജയം കിട്ടി അത് ചെറുതായിട്ട് നേടിയെടുത്താൽ മതി. ഞാനിത് ചെയ്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാൻ തോന്നും. അതെ, നമ്മൾ ഓരോ മൈൽ സ്റ്റോണും സെലിബ്രേറ്റ് ചെയ്യണം. ഞാനൊരു അതെ, IT പ്രൊഫഷണലാണ്. നമ്മുടെ ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു ഓവർ ദ പീരിയഡ് ഓഫ് 6 months ഒക്കെയാണ് നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ മുമ്പ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതെ, നമ്മൾ എപ്പോഴും റിസൾട്ട് കിട്ടുന്നത് ഈ 6 months കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോൾ എന്ന് അതെ, പറയുന്നത് അജൈൽ എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ് യൂസ് ചെയ്യുക. അതെങ്ങനെയാ വെച്ചാൽ 2 weeks ആണ് ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഈച്ച് 2 weeks വി വിൽ സീ സം റിസൾട്ട്. ഒരു ചെറിയ yeah, മൈൽ സ്റ്റോൺ ആയിരിക്കും, ബട്ട് വി വിൽ നോ, നമുക്ക് മനസ്സിലാവും വി ആർ പ്രോഗ്രസിങ് എന്നുള്ളത്. അപ്പോൾ അതെ, തന്നെ നമുക്ക് ഒരു ടീമിൻ്റെ ഒരു മോട്ടിവേഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടുമ്പം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അത്രയും കാലം കാത്തിരുന്ന് ചിലപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ സെലിബ്രേറ്റ് ഈച്ച് മൈൽ സ്റ്റോൺ ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ ഗോൾ. ഡീമോട്ടിവേറ്റഡ് ആവുന്നതിനേക്കാൾ ഏറെ ചില പരാജയങ്ങൾ, വലിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്താൻ പറ്റാതായി കഴിഞ്ഞാൽ പല ആൾക്കാരും ഡിപ്രഷനിലേക്ക് പോകുന്നത് എത്രയോ അതെ. സീസൺ നമുക്ക് അറിയാൻ പറ്റും.
സോഫ്റ്റ്വെയർസ്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ്, ഈവൻ സാധാരണ കച്ചവടക്കാരുടെ പോലും ബേസിക് മെയിൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ചെറുതായിട്ട് വിജയിക്കുക. എന്നിട്ട് നമ്മുടെ വലിയ വിജയം പറയും എപ്പോൾ? ആഫ്റ്റർ 6 months ഓർ 1 year ഓർ 6 years ഓർ 5 years. ആ ഒരു ഗ്യാപ്പാണ്. എല്ലാ സ്ഥലത്തും എല്ലാവരും ആൾക്കാരെ ഉദ്ദേശിക്കും നിങ്ങൾ വലുതായി സ്വപ്നം കാണൂ. സ്വപ്നം കാണണം, പക്ഷേ അതെങ്ങനെ നടപ്പാക്കും? അതിൻ്റെ പ്രായോഗികമായ വശമാണ് ഈ പറഞ്ഞ മൈക്രോവിൻ എന്ന് ആ ബന്ധുരെ പറഞ്ഞ തിയറി. അതാണ് ഞാൻ ഇന്ന് മുന്നോട്ടിൽ വെച്ചത്. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും ഗ്രൂപ്പിൽ ജസ്റ്റ് അബ്ദുൽ സർ ഒറ്റ മിനിറ്റ്. ദാറ്റ് ഈസ് ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഒരു ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പലരും ടീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ്. ഇപ്പൊ ഞാൻ പ്രൊഫഷണൽ സബ്ജക്ട്സ് എടുക്കുന്ന ഒരാളാണ്. ദാറ്റ് ഈസ് CA, CMA, കോസ്റ്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ്, ഈ ക്ലാസ്സസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഇത് നമ്മൾ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എടുത്താൽ ഈ ക്ലാസ് എടുത്തത് പഠിച്ചാൽ മതി. ഇവരെന്ത് ചെയ്യും? ആ മൊത്തത്തിൽ ചാപ്റ്റർ പഠിക്കണം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോവാണ്. ഇന്ന് എടുത്തത് ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നത് 45 minutes എടുക്കുന്നുള്ളൂ. ആ 45 minutes ഇന്ന് 6 subjects ഉണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും? അത്ര ടൈം നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി. ആ ഒരു നിങ്ങളുടെ എബിലിറ്റി നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ എബിലിറ്റിനനുസരിച്ചിട്ട് ഒരു പേജ് നിങ്ങളുടെ എബിലിറ്റിനെ നിങ്ങൾക്ക് അറിയാലോ. സോ അതിനനുസരിച്ച് 2 page കവർ ചെയ്താൽ മതി. ഇതെല്ലാം എക്സാം സമയത്ത് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഞാൻ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത് അതേ രീതിയിൽ. ഇപ്പൊ ഞാൻ എന്റെ കോഴ്സിലൊക്കെ പറയണത് നിങ്ങൾ ബിക്കോസ് ഞാൻ എടുക്കുന്ന പ്രൊഫഷണൽ കോഴ്സസ് ഒന്നും what to say ഈ റെഗുലർ ബേസിസ് 1 year കോളേജ് പോയിട്ട് പഠിക്കുന്ന രീതിയിലുള്ളതല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും പറഞ്ഞാൽ 4 subjects ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് 4 subjects ആണ്. ഞാൻ പറയും നിങ്ങൾ ഒരു ഗ്രൂപ്പില് ഒരു സബ്ജക്ട് ആദ്യം ക്ലിയർ ചെയ്യൂ. ഒപ്പം നിങ്ങൾ പാരലലി സർട്ടിഫിക്കറ്റ് കോഴ്സസ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ ജോബ് എടുക്കുക. സോ ഈ രീതിയിൽ നമ്മൾ ആ സർ പറയുന്ന ആ മൈക്രോ എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളിനെ സപ്പോർട്ട് ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ആ ലെവൽ ഓഫ് തോട്ട് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ സർ പറഞ്ഞ് ഞാൻ പലരുടെയും കേൾക്കുമ്പോൾ അനലൈസ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് സർ. താങ്ക്സ് എനി ഫോർ യുവർ മൈക്രോ വിൻസ്. താങ്ക് യു ചന്ദ്ര മാം. അപ്പൊ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. ഇന്ന് സെഷൻ എടുക്കാൻ വന്നതിന് സാറിന് വീണ്ടും താങ്ക്സ്. നമുക്ക് വീണ്ടും ഇതുപോലെ സെഷനുകൾ അവതരിപ്പിക്കാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാറ് നമ്മുടെ CBT ഗ്രൂപ്പിൽ ഒരു ആക്റ്റീവ് മെമ്പറും കൂടിയാണ്. എപ്പോഴും ഫീഡ്ബാക്കുകളും കമന്റുകളൊക്കെ കാണാറുണ്ട് ചർച്ചകളിലൊക്കെ. അപ്പം വീണ്ടും താങ്ക്സ് അഗെയിൻ. അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank you everyone. Wishing everyone a good day.